ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അതിനായി നമ്മൾ എടുത്തേക്കുന്നത് ഒരു 1/2 kg ചിക്കൻ ആണ്. ഇന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാ. ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഹാഫ് ടേബിൾ സ്പൂൺ ഗരം മസാല, ഹാഫ് ടീസ്പൂൺ ജീരകപ്പൊടി, ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഹാഫ് ടീസ്പൂൺ കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് പുളിയില്ലാത്ത 2 ടേബിൾ സ്പൂൺ തൈരാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോ എല്ലാം മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ഒഴിക്കാതാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് 1 മണിക്കൂറിന് ശേഷം എടുത്ത് കറി വെക്കാം. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് കറി വെക്കാനാണെങ്കിൽ ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ച ശേഷം എടുത്ത് കറി വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളി 25 എണ്ണം, വെളുത്തുള്ളി ഒരു 15 അല്ലി, 3 കഷ്ണം ചെറിയ ഇഞ്ചി, 3 പച്ചമുളക്, 3 തണ്ട് കറിവേപ്പില, ഒരു തക്കാളി. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിപ്പം നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ 2 പീസ് കറുകപ്പട്ട, ഒരു തക്കോലം, 2 ഏലക്ക, 2 പീസ് ഗ്രാമ്പൂ. നമുക്കിതൊന്ന് ഇളക്കാം. അതെല്ലാം കൂടി ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി ഇതെല്ലാം നീളത്തിൽ കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെറിയുള്ളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയൊക്കെ പുരട്ടി 1 മണിക്കൂർ ആയ ചിക്കനാണ്. ഇത് നമുക്കിനി ചേർത്ത് കൊടുക്കാം. ഇനി
ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 1 ഗ്ലാസ് വെള്ളമാണ്. നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ചിക്കൻ കറി ആയിട്ടുണ്ട്. നോക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സിമ്മിലിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 10 കാഷ്യൂ നട്ട്സ് അരമണിക്കൂർ മുമ്പ് ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതാണ്. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമുക്കിനി നമ്മുടെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഉപ്പ് പാകത്തിനാണോ എന്നൊന്ന് നോക്കാം. കുറച്ചുകൂടി ഉപ്പ് വേണം ഇതിലേക്ക്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങ സ്ലൈസ് ചെയ്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിപ്പോ തേങ്ങ ലാസ്റ്റിൽ ഇടുന്നതേ നമ്മുടെ ചിക്കൻ കറിക്ക് തേങ്ങ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റിൽ ഇത് വറുത്തിടുന്നത്. നമ്മുടെ തേങ്ങയെല്ലാം ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയാണ്. ഇഷ്ടമല്ലാത്തവർക്ക് ഇതിന് പകരമായി കറിവേപ്പില ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ കറി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അവരെല്ലാം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.